നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടല്ലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് രാവിലെ ബാലിന്റെയും ഗോമതിയുടെയും കിരണിന്റെയും കല്യാണിന്റെ ഒന്നും വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആദർശിന്റെ നയനയുടെ ഒക്കെ കഥകൾ വളരെ വൈകിയായിട്ട് അപ്ലോഡ് ചെയ്തേ. എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ സച്ചി ഒരു കാര്യം തീരുമാനിച്ചു. സുധിയെ പറ്റിച്ച് 30 ലക്ഷമായിട്ട് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരുത്ത കടന്നു കളഞ്ഞിട്ടുണ്ട്. അവനെ കുറിച്ച് അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. പിന്നീട് ആനന്ദിന്റെ അടുത്തേക്ക് എല്ലുവാണ്. അവനോട് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആനന്ദിനാണെങ്കിൽ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവില് ഹിൽ ടോപ്പിലുള്ള വീടിന്റെ ആ പരിസരത്തേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ആ കരിക്ക് വിട്ടുന്ന ഏട്ടനെ കണ്ടേ. അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വനാഥനെ കുറിച്ച് അറിയാവുന്ന ചോദിച്ചു. അയാളാണോ? അയാൾ ആള് തരികിടയായിരുന്നെന്ന് പറഞ്ഞു. തരികിടയോ? അതെ. അയാളെ കാണാൻ ഇവിടെ ആരെങ്കിലും വരാറുണ്ടോന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്ന കാണാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അയാൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാന്നൊക്കെ. അപ്പൊ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ സച്ചിക്ക് കിട്ടുന്നുണ്ട്. സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് പിടികൂടണമല്ലോ. 30 ലക്ഷം കിട്ടുവാണെങ്കിൽ അച്ഛന്റെ പൈസ അവരെ കൊണ്ട് കൊടുപ്പിക്കാലോ എന്നൊക്കെ ചിന്തയാണ് സച്ചിയുടെ മനസ്സിൽ. അങ്ങനെ ഒടുവില് ആനന്ദിനെയും കൂടെ കാറിലേക്ക് ഏറ്റിട്ട് പറഞ്ഞു. ബാ പോവാന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും ബ്രോന്ന് ചോദിച്ചു. നിങ്ങളല്ലേ എല്ലാത്തിനും കാരണക്കാരൻ. സുധിക്ക് ഒരു ബോധം വിവരമൊന്നുമില്ല. അപ്പൊ നിങ്ങളും കൂടെ ആ കൂടെ കൂടിയില്ലേ? അയ്യോ അയാള് ഇത്ര ഒരു ഫ്രോഡാന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിൻ ആനന്ദും കൂടെ പോരുകയാണ്. പോരുന്ന സമയത്താണ് രേവതി വിളിക്കുന്നത്. രേവതി വിളിച്ച് എന്റെ സച്ചിയോട് ചോദിച്ചു. സച്ചിൻ്റെ എവിടെയാ? അതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. അല്ല സച്ചിനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാവിലെ ഞാൻ അമ്മയടുത്ത് കടയിലേക്ക് വരുമെന്ന്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് ഒരു ലഗേജ് ഇറക്കാനുണ്ടെന്ന് പറഞ്ഞു. ലഗേജോ? അതെ ആനന്ദ് ആ സുധിയുടെ കൂട്ടുകാരനാന്ന് പറഞ്ഞു. അവനെ ഞാൻ വരുന്ന വഴിക്ക് ഇറക്കി വിട്ട് പോന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദിനെ ഇറക്കി വിട്ടിട്ട് സച്ചിൻ നേരെ പൂക്കടയിലേക്ക് ചെല്ലുവാണ് ലക്ഷ്മിയമ്മയുടെ. ഈ സമയത്ത് രേവതി ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ശ്രുതിയുടെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് അയാൾ പോയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവു പറഞ്ഞു അത് അവർക്ക് വേണം. അല്ലെങ്കിൽ തന്നെ എന്തൊരു അഹങ്കാരമായിരുന്നു. ചേച്ചി പറഞ്ഞല്ലേ, ചേച്ചി പറഞ്ഞിട്ട് ഇത്തിരിയെങ്കിലും വകവെച്ചോ? ഇല്ലല്ലോ. എന്തൊരു അഹങ്കാരമാ. അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാന്ന് പറഞ്ഞു. എന്നാലും മോളെ ഒന്നും രണ്ടുമല്ല 30 ലക്ഷം രൂപയൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ആ ശ്രുതി എന്ന് പറയുന്ന അവരുടെ അച്ഛനും മലേഷ്യയിലാന്നല്ലേ പറഞ്ഞ്. അതിന്റെ മൊത്തം അഹങ്കാരം ഉണ്ട് അവർക്ക്. ദൈവമായിട്ട് അവർക്ക് കൊടുത്ത ശിക്ഷയാന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ. സച്ചി വന്നിറങ്ങി. സച്ചിയാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ കണ്ട വെച്ചിട്ട് വന്നേ. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു. ആഹാ ഇതെന്താ സച്ചേട്ടാ എന്ന് ചോദിച്ചു. അതെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാന്ന് പറഞ്ഞു. ഗിഫ്റ്റ് കിട്ടിയതാ? ദേവ് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. രേവതി പിന്നെ ആർക്ക്? സച്ചേണോ? എനിക്ക് അത്രയും കണവില്ല ഇഷ്ടമൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. വെറുതെ കളിയാക്കിയതാണ് രേവതി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു സത്യോടും ദേവ് പറഞ്ഞു. വെറുതെ ചേച്ചി കള്ളത്തരം പറഞ്ഞല്ലേ, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ എനിക്ക് മാത്രല്ല നിനക്കും ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കോ? കൂളിംഗ് ഗ്ലാസ് എന്തിനാ? ഇതൊന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും കൂടെ വെച്ചു. ആ നിന്റെ നല്ല ഭംഗിയുണ്ട്, നിന്റെ മുഖത്തിന് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല ഇത് എവിടുന്നാ സച്ചേട്ടാ? ഇത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ഓട്ടം പോയപ്പോ കാനഡയെന്ന് ഞാൻ എന്നെ സ്ഥിരം വിളിക്കുന്ന ഒരോട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെപ്പോ ഇന്ത്യയിൽ വന്നാലും എന്നെ ഓട്ടം വിളിക്കുന്ന. ഓ ഇപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. ആ മാഡം തന്നാണോ? അതെ അവർ തന്ന. എനിക്ക് ആദ്യം ഒരെണ്ണം തന്നു. പിന്നീട് രേവതിക്കും കൂടെ കൊടുത്തേക്കാൻ പറഞ്ഞു. കാനഡയെന്ന് അവര് നമുക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. രേവതിക്ക് സന്തോഷമായി. ആ സമയം ദേവ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല, രണ്ടുപേരും കൂടെ അടുത്തടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു രണ്ടുപേരും മാത്രം ആക്കണ്ട, നിങ്ങളോട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സെൽഫി കാര്യങ്ങൾ എടുക്കണം. ഒടുവില് ദേവ് പറഞ്ഞു ആ ഫോണിന്ന് കാണിച്ചേ, ഇപ്പൊ എടുത്ത ആ ഫോട്ടോസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഫോൺ വാങ്ങി ആരെങ്കിലും നോക്കുക. നല്ല ഭംഗിയുണ്ടല്ലോ രേവതി ചേച്ചി എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവു ആ കാഴ്ച കാണുന്നത്. നീലിമയുടെ ഫോട്ടോ. നീലിമ സച്ചിൻ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. പെട്ടെന്ന് ഒരു നിമിഷം ദേവു ഒന്ന് ആലോചിച്ചു. പിന്നെ രേവതിയോട് ചേച്ചി ഇങ്ങ് നോക്കിയേ, ഈ ഫോട്ടോ നോക്കിയേ, ഇത് കണ്ടിട്ട് ആരുടെ ഒരു ഷേപ്പ് ആരെയും ഓർമ്മ വരുന്നുണ്ടോന്ന് ചോദിച്ചു. അല്ല ഇതാരാ? പെട്ടെന്ന് എനിക്ക് ചേച്ചി ഇത് അവളല്ലേന്ന് ചോദിച്ചു. എവള്? അതെ ചേച്ചിയുടെ സുധിയുടെ എൻഗേജ്മെന്റിന്റെ ദിവസം ഇവൾ അവിടെ ഒന്ന് കുറെ സമയം സുധിയോട് സംസാരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഓ ശരിയാ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമല്ല സുധിയെ കാണാതാവുന്നതെന്ന് ചോദിച്ചു. അതെ അതെ അത് തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇവളുടെ പേരെന്താന്ന് നീ ഓർക്കുന്നുണ്ടോ? ദൈവം ഒന്ന് ആലോചിച്ചു. നീലിമയെന്ന് മറ്റോ പറഞ്ഞേ. ഓ നീലിമ. പെട്ടെന്ന് എല്ലാരും വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഇങ്ങനെ ഓർക്കുകയാണ്. കാരണം അന്നത്തെ ദിവസം അവർക്ക് മറക്കാൻ പറ്റാത്ത രേവതിയെ മണ്ഡപത്തിൽ ഉപേക്ഷിച്ചിട്ട് സുധി ഇറങ്ങിപ്പോയ ദിവസമാണ് 50 ലക്ഷം രൂപയും കൊണ്ട്. ആ സമയം രേവതി പറഞ്ഞു അല്ല ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ സച്ചേട്ടാന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടെന്നോ? അതേനെ. അല്ല
ഇനി ഈ പെണ്ണ് തന്നെ ആയിരിക്കോ സുധിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അപ്പോഴാണ് സച്ചിക്ക് ആ ബുദ്ധിബോധം ഉണ്ടാകുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇന്ന് വന്ന് കണ്ടപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു, രേവതി ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. എവിടെ പോവാ? അതൊക്കെ ഉണ്ട്, ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം, എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു. ആരെ കാണാനാ? അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞ് സച്ചി പെട്ടെന്ന് കാറ് കൊടുത്തോണ്ട് പോയി. നേരെ നീലിമയുടെ വീട്ടിലേക്ക് ഇരുന്നേ. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോ നീലിമ ഒന്ന് കഥ തുറന്നു. സച്ചിയെ കണ്ടപ്പോ ചോദിച്ചു, ആ സച്ചിയോ? എന്താ സച്ചി ഇപ്പൊ പോയതല്ലേ ഉള്ളൂ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആ സമയത്ത് സച്ചി പെട്ടെന്ന് അവരെ ഭാഗ്യം പറ്റി അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ്. ഇതെന്താ സച്ചി, ഞാൻ നിന്നെ ഓട്ടോ ഒന്നും വിളിച്ചിട്ടില്ലോ, പിന്നെ നീ ഇതിനകത്ത് വന്ന് കയറി ഇരിക്കണമെന്ന് ചോദിച്ചു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് നീലിമയെന്ന് പറഞ്ഞു. നീലിമ എന്നുള്ള പേര് കേട്ടിഞ്ഞപ്പത്തിനും അവളെ അന്താളിപ്പോട് കൂട്ടിയിട്ട് സച്ചിയെ നോക്കുവാണ്. ഈ സമയം സച്ചി ചോദിച്ചു, ആ പേരെങ്ങനെ എനിക്ക് മനസ്സിലായെന്നായിരിക്കും നീ ആലോചിക്കുന്നല്ലേ? അതൊക്കെ എനിക്കറിയാം, എന്റെ ഏട്ടൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞു പേര്. ഏട്ടനോ? ഏട്ടന്റെ പേരെന്താ? സുധീൻ തന്നെ അറിയാവുന്ന ചോദിച്ചു. സുധീൻ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നീലിമ ഞെട്ടിപ്പോയി. അത് പ്രത്യേകം സച്ചിൻ നോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, അല്ല ഇതൊക്കെ എന്തിനാ സുധി നീ ഇതൊക്കെ എന്തിനാ സച്ചി നീ അറിയണേ എന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, അല്ല കാര്യം പറ സച്ചി, എന്താ കാര്യം എന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കാം, വീട്ടിൽ വന്ന് കിടന്ന് അഭ്യാസം കാണിക്കോളെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, ഈ സുധീന്ദ്രൻ എന്ന് പറയുന്ന ആളാരെന്നറിയാവോ? എന്റെ ചേട്ടനാന്ന് പറഞ്ഞു. ചേട്ടനോ? അതെ എന്റെ ചേട്ടനാണ്. അത് കേട്ടപ്പോ നീലി പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കിയതാ, പിന്നെ എന്തിനാ ഇനി അവനെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേങ്കില് എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് തുകയാണ് 50 ലക്ഷം. ആ 50 ലക്ഷം കൊണ്ടാ നിങ്ങൾ അന്ന് കാനഡയ്ക്ക് പറഞ്ഞത്. അന്നോടെ ഞാൻ കാത്തിരിക്കുമായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും എന്റെ കൺമുന്നിൽ വന്ന് ചാടുമെന്ന്. മര്യാദയ്ക്ക് പണം കൊടുക്കാൻ പറഞ്ഞു, അല്ലെ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നീലിമ ചിരിച്ചു. നിങ്ങളെന്താ ചിരിക്കുന്നേ? ആ പണമൊക്കെ എന്നേ സുധിക്ക് കൊടുത്തായിരുന്നു പറഞ്ഞു. കൊടുത്തെന്നോ? അതെ, ദേ വെറുതെ കള്ളത്തരം പറയില്ല രക്ഷപ്പെടാനായിട്ട്. കള്ളത്തരമല്ല, സത്യമായിട്ടുള്ള കാര്യമാ, കൊടുത്തേക്കുന്ന കാര്യമാ. അല്ലെങ്കിൽ അവരെ വിളിച്ചു ചോദിക്ക്, അപ്പൊ തന്നെ കാര്യങ്ങൾ അറിയാലോ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, വേണ്ട, അതിനൊക്കെ മാറുകൊണ്ട് ചിലപ്പോൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിയില്ലെന്നൊക്കെയല്ലേ പറയുള്ളൂ. അതൊക്കെ സച്ചിക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അല്ല അതിനെന്താ തെളിവുണ്ടോന്ന് ചോദിച്ചു. സച്ചി തന്നെ ഒരു തെളിവുള്ളൂ എന്ന് പറഞ്ഞു. ഞാനോ? അതെ, അന്ന് പോലീസ് സ്റ്റേഷൻ വന്ന് ഓർക്കുന്നുണ്ടോ? പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പത്തിന് സൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിൻ്റെ അടുത്ത് വന്ന് സൈൻ ചെയ്തേ, പോലീസുകാരുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്തേ, പണം മുഴുവൻ തിരികെ കൊടുത്തതും പറഞ്ഞുകൊണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി സച്ചി. അപ്പൊ അങ്ങനെയാണ് കളികൾ. നീലി പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ നിങ്ങളെയും കൂടെ വഞ്ചിച്ചോണ്ടിരിക്കുക, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ പക്ക ഫ്രോഡാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങളും ചെയ്ത കള്ളത്തരമല്ലേന്ന് ചോദിച്ചു. നീലി പറഞ്ഞു, അപ്പോഴത്തെ എന്റെ അവസ്ഥ അതായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോവേണ്ട വന്നെന്ന് പറഞ്ഞു. ശരിക്കും നിങ്ങൾക്ക് എന്റെ പരാതി കൊടുക്കണ്ട, ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ? അവന്റെ കള്ളത്തരങ്ങള്, സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ വന്ന് എല്ലാവരും ഒന്ന് വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. വിളിച്ചു പറയാനോ? അതെ, അവൻ കാരണം കുറെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല അത് സച്ചിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയും ഞാൻ കള്ളത്തരം പറയുന്നതെന്ന്, പിന്നെ തെളിവുകളും കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ട് നീലിമ വന്നാൽ മതി എന്ന് പറഞ്ഞു. നീലിമ ശരി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോവാണ്. സച്ചിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താവും എങ്ങനെയാവും എന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ഫ്രോഡ് തരം കാണിച്ചിട്ട് അവന് സന്തോഷമായിട്ട് കഴിയുന്നു. അവനിട്ട് പണി കൊടുത്തല്ലേ മതിയാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പണം എവിടെ നിന്നായിരിക്കും, ആ പണം കിട്ടിയിട്ട് എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക, അതൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോഴും സച്ചി ഓർത്തെ അതിനുശേഷമാണ് അവര് കടയൊക്കെ മേടിക്കുന്നത്. ചിലപ്പം അച്ഛൻ്റെ ആ തുക കിട്ടിക്കഴിഞ്ഞപ്പം അവർ ഈ കട മേടിച്ചായിരിക്കും. ഓഹോ, അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ, ഇതങ്ങനെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലും വന്നു. ഇതേ സമയത്ത് രേവതി പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. ചന്ദ്രമതിയോടെ ഇരിപ്പുണ്ടായിരുന്നു ഹാളില്. എങ്ങോട്ട് പോയതാണ് നീ എന്ന് ചോദിച്ചു. കുറച്ച് പൂ കൊടുക്കാനുണ്ടായിരുന്നു. പൂ മാത്രം കൊടുത്തോണ്ടിരുന്നാൽ മതിയോ, ഈ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ ഞാൻ ചെയ്തോളാം. അപ്പോഴേക്കും രേവതി ഫോൺ ബില്ലടിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി ചോദിച്ചു, ഇനി നീ എന്താണ്ടി കൂടുതൽ പറയാൻ പോയത്? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു കൊടുത്തല്ലേ? അയ്യോ അമ്മ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നീട് ഞാൻ കേട്ടല്ലോ നീ പറയണത്. എന്റെ അമ്മേ, അങ്ങനെയൊക്കെ ഞാൻ പറയുവോ? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്കത് പറ്റില്ല. ചന്ദ്രമതി ഇങ്ങനെ ചെവി കൂർപ്പിച്ചു പിടിച്ചിരിക്കുമായിരുന്നു ലക്ഷ്മി അമ്മയോട് എന്താ സംസാരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചന്ദ്രമതി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുവാണെന്ന് നിനക്കൊള്ളാം, അല്ലെങ്കിൽ ഈ ചന്ദ്രമതി ആരാ നീ അറിയൂന്നൊക്കെ പറയാണ്. ചന്ദ്രമതിക്ക് അഹങ്കാരം കൂടെ തലയ്ക്ക് പിടിച്ച മട്ടായിരുന്നു.
പിന്നീട് രേവതിയോട് പറഞ്ഞു, അവൾ എന്തേലും നിസ്സാര കാര്യമുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് വീട്ടിലേക്ക് വിളിച്ചു പറയും. എടി നാണം ഉണ്ടോടി, നിന്നെ പോലെയുള്ള എൻ്റെ ഒരു മരുമോളല്ലേ ശ്രുതി, അവൾ എന്തേലും വിളിച്ചു പറയാൻ പോകുന്നുണ്ടോ? എടി അവളൊക്കെ നല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ നിന്നെ പോലൊന്നും അല്ല. എന്നിട്ട് ഇവളുടെ ഒരു അഹങ്കാരം പറച്ചിലൊക്കെ കണ്ടാലും മതി എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയാണ്. ആ സമയത്താണ് സച്ചി അവിടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല രവതി എല്ലാരും എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇവിടെ ഉണ്ട് സച്ചേട്ടാന്ന് പറഞ്ഞു. പിന്നീട് സച്ചി അവിടെ കിടന്ന് വിളിക്കൂല, എല്ലാരും കൂടെ ഇറങ്ങി വന്നേ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു. ആർക്കൊന്നും മനസ്സിലായില്ല. ശ്രീകാന്തും വർഷേ ശ്രുതിയൊക്കെ അങ്ങോട്ട് വന്നു. ഒടുവില് ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് സച്ചി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. കാര്യമൊക്കെ ഉണ്ട്, അത് പറയാം. അതിനുമുമ്പേ ഈ ടേബിളിൽ നിന്ന് പിടിക്കാൻ പറഞ്ഞു. ഇതെന്തിനാ? ഒരാളെ കയറ്റി നിർത്തി വിസ്തരിക്കാനാന്ന് പറഞ്ഞു. വിസ്തരിക്കാനോ? അതെ. അപ്പൊ ഈ കോടതിയിലൊക്കെയുള്ള ഈ പ്രതികളെ കയറ്റി നിർത്തുന്ന കൂടുപോലെ ഒരു കസാര തിരിച്ചിട്ടിട്ട് അതിനകത്ത് ആ സൈഡിൽ കയറ്റി നിർത്താനായിരുന്നു സച്ചിയുടെ പരിപാടി. പിന്നീട് ശ്രീകാന്ത് ചോദിച്ചു, എന്തിനാ സച്ചേട്ടാ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. ഓരോരുത്തരെ കയറ്റി നിർത്തിയൊന്ന് വിസ്തരിക്കാനാന്ന് പറഞ്ഞു. വിസ്തരിക്കാനോ? അതെ, പ്രതിക്കൂട്ടില് കയറ്റി നിർത്താനായിട്ടാന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായി ശ്രീകാന്തിന്. ശ്രീകാന്ത് കൂടുതലൊന്നും മിണ്ടാനായിട്ട് പോയില്ല. ഒടുവില് സച്ചി സുധിയുടെ നേരക്ക് നോക്കണം. സുധി ഇങ്ങനെ അമ്പരപ്പോട് കൂടി സച്ചിയെ നോക്കുന്നുണ്ട്. ഇവൻ എന്തിനുള്ള പുറപ്പെടാന്ന് മനസ്സിലായില്ല. തനിക്കിട്ടുള്ള പണിയാണോന്നും അറിയത്തില്ല എന്നൊക്കെ ചിന്തയായിരുന്നു മനസ്സിനറിയും. എന്നാലും ഒരു കാര്യം ഉറപ്പായി, ശ്രുതിയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ നാളെയാണ് വിശേഷം നടക്കാനായിട്ട് പോകുന്നത്. ശ്രുതിയുടെ കർണത്തടിച്ച് ഇറക്കി വിടുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.